എൻ ശ്രീകുമാർ താങ്കളിലേക്കാണ് വരുന്നത്. ലീഗിൽ ഒന്നും ലീഗലല്ല എന്ന് ഒരു തലക്കെട്ടുണ്ട്. ഒപ്പം ഡോക്ടർ KT ജലീലിൻ്റെ ഒരാവശ്യവും ഞാൻ താങ്കളുടെ മുമ്പാകെ ഒന്നുകൂടി വയ്ക്കുകയാണ്. ഈ മുസ്ലിം ലീഗിലെ തട്ടിപ്പുകൾ വിചാരണ ചെയ്യാനായി ഒരു പ്രത്യേക ട്രിബ്യൂണൽ വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ പരിഹാസം വ്യക്തമാകുന്നുണ്ടോ? നോക്കൂ ഡോക്ടർ ലാലേ, ലീഗിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് KT ജലീലിന് വ്യക്തമായി അറിയാമെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള നിയമ സംവിധാനത്തെ സമീപിക്കാം. ദിവസവും പത്രസമ്മേളനം നടത്തിയിട്ട് ഒരു പ്രതിപക്ഷത്തിലെ മുഖ്യമായ ഘടകകക്ഷിയെ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. കഴിഞ്ഞ 2 ദിവസമായിട്ട് CPMൻ്റെ മുഖപത്രത്തിൽ 9-10 വർഷമായിട്ട് അധികാരത്തിലില്ലാതിരുന്ന UDFൻ്റെ അഴിമതികൾ എന്നൊക്കെ പറഞ്ഞൊരു പരമ്പര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അധികാരത്തിലില്ലാതിരുന്ന എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല, അത് CPMൻ്റെ പത്രം തന്നെ വിശേഷിപ്പിച്ചതാണ്. അപ്പോൾ അധികാരത്തിന് പുറത്തിരിക്കുന്നവർ അഴിമതി നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ലേഖന പരമ്പര തുടങ്ങാൻ തീരുമാനിച്ചത്. അപ്പം നോക്കി വന്നപ്പോൾ എന്താണ്, പഴയ കാലത്തെ CPM തന്നെ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ഇങ്ങനെ വീണ്ടും പൊക്കിക്കൊണ്ടുവരിക. എനിക്ക് തോന്നുന്നത് പഞ്ചായത്ത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും. ആയിക്കോട്ടെ, നടക്കട്ടെ. അപ്പോൾ KT ജലീൽ മുൻ മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം എങ്ങനെയാണ് പോയതെന്ന് കേരളത്തിന് ഇന്ന് വ്യക്തമായിട്ടറിയാം. അപ്പോൾ ആ KT ജലീൽ അദ്ദേഹത്തിൻ്റെ മുൻ സംഘടനയാണ് മുസ്ലിം ലീഗ്. PV അൻവർ CPM മുന്നണിയിൽ നിന്ന് മാറി നിന്ന് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ ചില അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചപ്പോൾ ശ്രീ ജലീലിൻ്റെ ചില നിലപാടുകൾ അന്ന് ചർച്ചയായിരുന്നു. അപ്പോൾ KT ജലീലിന് മുസ്ലിം ലീഗിനോടുള്ള വിരോധം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ശരിക്കും ലീഗ് പ്രതിനിധികളാണ് അവരുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയേണ്ടത്. എൻ ശ്രീകുമാർ വ്യക്തമാണ്. എൻ ശ്രീകുമാർ, ഞാൻ ഒന്ന് ഇടപെട്ട് പറയട്ടെ. താങ്കൾ പറഞ്ഞതുപോലെ ലീഗിൻ്റെ നേതാക്കൾ ഈ കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചാൽ നമുക്ക് ഈ ചർച്ചയുടെ ആവശ്യം തന്നെ ഇല്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരങ്ങ് സമ്മതിച്ചാൽ മതി, അല്ലെങ്കിൽ അവരെല്ലാം ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്തി തന്നാൽ മതി. നമുക്ക് ആ ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടി വരില്ലല്ലോ. പക്ഷേ താങ്കൾ പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ടല്ലോ. ഈ പറഞ്ഞ നിയമ സംവിധാനത്തെ ഡോക്ടർ KT ജലീലിന് സമീപിച്ചാൽ പോരെ, അവർക്ക് എഴുതി കൊടുത്താൽ പോരെ, കാര്യങ്ങളൊക്കെ അവർ അന്വേഷിക്കില്ലേ എന്ന്. ഇത് തന്നെയാണ് മുസ്ലിം ലീഗിനും ഇപ്പോൾ അഭികാമ്യമായിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡോക്ടർ KT ജലീൽ ഒരു വസ്തുതയും ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിയമ നടപടികളിലേക്ക് പോകാൻ അവർക്കുമാകുമല്ലോ. അവർ അത് കേട്ടുകൊണ്ട് അങ്ങനെ സഹിച്ചിരിക്കുന്നത് എന്തിനാണ്? അല്ല, ഞാൻ പറയുന്നത് രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയാണെങ്കിൽ ആ ആരോപണം തെളിയിക്കാനുള്ള ബാധ്യത ഉണ്ടാകണമല്ലോ ഉന്നയിക്കുന്ന ആൾക്ക്. പ്രത്യേകിച്ച് CPMൻ്റെ ഒരു സഹയാത്രികനാണ് KT ജലീൽ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ശ്രീ വസീഫ് CPMൻ്റെ നേതാവാണ്, അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിനോട് കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്, KT ജലീൽ എന്തിനു വേണ്ടിയാണ് മന്ത്രിസ്ഥാനം രാജിവെച്ചത്, എന്ത് പരാമർശത്തിൻ്റെ പേരിലാണ്? അതുപോലെ തന്നെ KT ജലീലിനെ എന്തുകൊണ്ടാണ് 2ാം പിണറായി മന്ത്രിസഭയിൽ അംഗമാക്കാൻ? പരാതി പറയുന്ന ആളുകളെ പഴി പറയുന്നത് ഈ കോൺഗ്രസിൻ്റെയോ അങ്ങേപ്പോലെയുള്ള കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകളുടെ ഒരു ശൈലിയായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ താങ്കൾ ഇപ്പോൾ ഇന്നത് തുടക്കം മുതൽ ആ ഒരു ശൈലി എടുത്തതായി എനിക്ക് തോന്നുന്നു. അതായത് ഡോക്ടർ KT ജലീലിൻ്റെ ചരിത്രം പരിശോധിക്കുന്ന ഒരു രീതി. അദ്ദേഹം പരാതി പറഞ്ഞു എന്നുള്ളതാണ്, മുസ്ലിം ലീഗിനെതിരായി ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് താങ്കളിപ്പോൾ പറയുന്ന ആ ഒരു പാതകം, അദ്ദേഹം ചെയ്ത പാതകം. പക്ഷെ നോക്കൂ, ഈ പറയുന്ന കാര്യങ്ങളിൽ തെളിവുണ്ടല്ലോ. ഈ പറയുന്ന തട്ടിപ്പ് അവിടെ നടന്നിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന കാര്യം എന്താണ്? ഈ കവളപ്പാറ ഭൂമി പോയ ആളുകൾക്ക്, ദുരിതാശ്വാസം ആവശ്യമുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട, മുസ്ലിം ലീഗ് സഹായം കൊടുക്കാനായി വാങ്ങിയെന്ന് പറയുന്ന ഭൂമി ഇപ്പോൾ അവിടെ മുസ്ലിം ലീഗിലെ പോത്തുകല്ലിലെ ഗ്രാമപഞ്ചായത്ത് അംഗത്തിൻ്റെ ഭാര്യയുടെ പേരിലാണുള്ളത്. അവർ അവിടെ വാഴ കൃഷി ചെയ്യുന്നു. വാഴ വച്ചാൽ മതിയായിരുന്നു എന്ന് പലരെ കൊണ്ടും പറയിക്കുകയാണിപ്പോൾ. നോക്കൂ ഡോക്ടർ ലാലേ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുസ്ലിം ലീഗിലെ ഓരോ നേതാവിൻ്റെയും കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. കാരണം ഞാൻ മുസ്ലിം ലീഗിനോട് താല്പര്യമുള്ള ഒരു പത്രപ്രവർത്തകൻ എന്ന് വരുന്നത് UDF ഘടകകക്ഷി എന്ന നിലയ്ക്കാണ്. ഞാൻ അതാ പറഞ്ഞത്, KT ജലീൽ എന്ന നേതാവിനെക്കുറിച്ചോ വ്യക്തിയെക്കുറിച്ചോ അല്ല ഞാൻ ഇവിടെ പറഞ്ഞത്. KT ജലീലിനെ എന്തുകൊണ്ട് ഉന്നയിക്കുന്നു എന്നുള്ളതിന് ഞാനൊരു പശ്ചാത്തലം പറഞ്ഞതാണ്. ആ പശ്ചാത്തലം രാഷ്ട്രീയമാണ്, അതിൽ വ്യക്തിപരമല്ല. കാരണം KT ജലീൽ എന്നുള്ളത് യൂത്ത് ലീഗിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. PK കുഞ്ഞാലിക്കുട്ടിയുമായി വളരെയധികം ബന്ധമുള്ളൊരു മുസ്ലിം ലീഗ് നേതാവായിരുന്നു.
അദ്ദേഹം മുസ്ലിം ലീഗിൽ നിന്നും പുറത്തു വന്ന് CPM-വുമായി കൈകോർത്ത ശേഷം അദ്ദേഹം ലീഗിനെതിരെ ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയമായ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അല്ല, ഇക്കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പറയാറില്ല. അംഗമായി തുടരാൻ താല്പര്യമില്ലാത്ത ഒരാൾ അതിൽ നിന്ന് പുറത്തു വരുന്നു. ലീഗിനെ കുറിച്ച് ഇങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹവും പറയുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ സത്യമാണെന്ന് തോന്നുന്ന രീതിയിൽ ഒരുപക്ഷെ ലീഗിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന് പറഞ്ഞവർക്കൊക്കെ വലിയ രീതിയിൽ അതിശയമുണ്ടാക്കുന്ന രീതിയിൽ ഇപ്പോൾ ഒരുപാടായി. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടല്ലോ, പല ആളുകൾക്കും വലിയ മണിമാളികകൾ തന്നെ ഉണ്ടാകുന്നു. അതൊക്കെ എവിടെ നിന്നാണ് എന്നുള്ള വരുമാനം പറയാൻ പറ്റുന്നില്ല. ഇതൊക്കെ മുസ്ലിം ലീഗിനകത്ത് സംഭവിക്കുന്നു. അതിനെ കൈയടിച്ച് വിടേണ്ട വരുന്ന ഒരു അവസ്ഥ മുസ്ലിം ലീഗ് നേതാക്കൾക്കും ഉണ്ടാകുന്നു. കോൺഗ്രസ്സിന് ഇത് ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല. UDF-ന് ഇതൊരു പ്രശ്നമായി കാണാനാകുന്നില്ല. പ്രതിപക്ഷത്ത് 9 വർഷമായിരുന്നിട്ട് ഇങ്ങനെയൊരു സംവിധാനം, ഈ പറയുന്ന ആളുകളെ സഹായിക്കാനുള്ള ഒരു സന്നദ്ധ പ്രവർത്തനം നടത്തേണ്ട ഒരു രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ, ഒരു പ്രസ്ഥാനം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ അഴിമതി ചർച്ച ചെയ്യണ്ടേ? 9 കൊല്ലമായി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊരു കണ്ടുപിടുത്തമുണ്ടെങ്കിൽ നമുക്കത് കാണണ്ടേ? ഡോക്ടർ ലാലേ, ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നില്ല. ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്യുന്ന കൈരളിയും CPM-ഉം മാത്രമാണ്. കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന വിഷയം പറയാം. പരമമായ സത്യമാണ്. കൈയടിക്കും. അതായത് ഞാൻ പറയട്ടെ, കൈയടിച്ചോളൂ. ഞാൻ പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ അഴിമതി ആരോപണം എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ ലീഗിലെ ചില നേതാക്കൾക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ അത് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നില്ല. കാരണം അതിന് അവർക്കൊരു അഴിമതിയെക്കുറിച്ച് അതൊരു സത്യസന്ധമായ രീതിയിൽ പുറത്തു വരുന്നില്ല, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. പറയരുത് ദയവായി. ഇത് മുഖ്യധാര മാധ്യമങ്ങളിൽ പലതും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് താങ്കൾ ആദ്യം പറഞ്ഞ് ഞാൻ സമ്മതിച്ചു. അല്ല, ഞാൻ പറയട്ടെ. അതായത് ഒരു വിഷയം ചർച്ച ചെയ്യുന്ന സമൂഹം ചർച്ച ചെയ്യണമെങ്കിൽ എന്താണ് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. വെറുതെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സമൂഹം ചർച്ച ചെയ്യുമോ? ഇപ്പോൾ ലീഗിലത്തെ PK ഫിറോസിൻ്റെ ഒരു ഭൂമി ഇടപാടിനെ കുറിച്ചൊരു ആക്ഷേപം വന്നു. അതിന് ശ്രീ ഹരീഷ് വാസുദേവൻ എന്നൊരു വക്കീൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെ ആ പണം കൊടുത്തത് എൻ്റെ അച്ഛനാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അതിനെതിരെ ആക്ഷേപം വന്നു. അപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ പൊതുസമൂഹത്തിന് മുമ്പിൽ വരുന്ന ആക്ഷേപങ്ങളും അഴിമതി ആരോപണങ്ങളും വേറെയാണ്. അതേപോലെ നിങ്ങൾ ആദ്യം എൻ്റെ ചോദ്യം ചോദിച്ചത് ലീഗിനെ കുറിച്ച് ആയതുകൊണ്ട് ഞാൻ ആ ലീഗിൻ്റെ കാര്യം പറഞ്ഞത്. മറ്റുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത ഘട്ടത്തിൽ സംസാരിക്കാം. പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞ ലീഗലല്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ, അതെ, ലീഗലൊന്നും ലീഗലല്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ ലീഗലല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആ ലീഗലല്ല എന്ന് പറഞ്ഞവർക്ക് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാരാംശം. താങ്കൾ ഒരു മാധ്യമപ്രവർത്തകനാണ്. ഞാൻ കൊടുത്ത ടൈറ്റിൽ താങ്കൾ ശ്രദ്ധിച്ചു കാണും. ലീഗിലൊന്നും ലീഗലല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ആശ്ചര്യ ചിഹ്നമുണ്ട്. അത് ആളുകൾ ഇങ്ങനെ പറയുന്നതിലുള്ള നമ്മുടെ ആശ്ചര്യമായിട്ടും കൂടി അതിനെ കാണാം. അത് വ്യക്തമായി അതിൽ എല്ലാം അങ്ങനെ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ലീഗിൽ പലതും ലീഗലല്ല എന്ന് ഇതിനകം പുറത്തേക്ക് വന്ന കാര്യങ്ങൾ തെളിയിച്ചിട്ടുമുണ്ട്. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാം ലീഗലല്ല എന്ന് പറഞ്ഞത് ഒരു പക്ഷേ അതിശയോക്തി കൂടിയാകാം. അങ്ങനെയാണോ എന്ന് ചോദിക്കട്ടെ. എല്ലാവരുടെ അഭിപ്രായം നമുക്ക് എടുക്കണമല്ലോ.